നമസ്കാരം. തിരൂരിലെ NDA സ്ഥാനാർത്ഥി കെ നാരായണൻ മാസ്റ്ററാണ് ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിൽ കേരള വിഷന്റെ പ്രേക്ഷകരോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ എന്തെല്ലാമാണ് നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. NDAയുടെ തിരൂർ മണ്ഡലത്തിലെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? പക്ഷേ എങ്ങനെ പോകുന്നു പ്രചാരണം? ആളുകൾക്കിടയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഒരു റെസ്പോൺസ് ഒക്കെ? തിരൂർ നിയമസഭാ മണ്ഡലത്തിൽ അസംബ്ലി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ ആദ്യമാണെങ്കിലും 2 തവണ 1999-ലും 2014-ലും പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് ലോകസഭയിലേക്ക് മത്സരിച്ചപ്പോൾ ഈ നിയോജക മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ ഞാൻ സമ്പർക്കം ചെയ്യുകയും വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്നത്തെ അവസ്ഥയിൽ നിന്നും വളരെ വലിയ സ്വീകാര്യതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ തിരൂരിലെ ജനത എനിക്ക് നൽകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ പല വ്യക്തികളും നേരിട്ട് പറയുകയാണ് NDA കേരളത്തിൽ വരണമെന്ന്. അതുകൊണ്ട് തിരൂർ നിയോജക മണ്ഡലത്തിലെ കോണിയുള്ള ലീഗും കോണിയില്ലാത്ത ലീഗുമായി 2 മുന്നണിയും മാറിയിട്ടുണ്ട്. പച്ച പോസ്റ്ററാണ് അദ്രൈമാൻ്റെത്, വെള്ള അരിവാൾ ചുറ്റിക നക്ഷത്രമാണ്. ചുമന്ന അരിവാൾ ചുറ്റിക നക്ഷത്രം അപ്രത്യക്ഷമായിരിക്കുകയാണ്. 2 പേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടുള്ള സൗഹൃദ മത്സരമായിരിക്കാം. അതുകൊണ്ട് ഇത്തവണ നല്ല പ്രതീക്ഷയിലാണ് ഞാൻ. അതെ, സാധാരണഗതിയിൽ ഇടത് വലത് മുന്നണികൾ മാറി മാറി വരുന്നൊരു കാഴ്ചയാണ്. തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു തവണയാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളൂ. അപ്പം അങ്ങനെയെങ്കിൽ കൂടി NDA വരുമെന്നൊരു പ്രതീക്ഷ പലയിടത്തും പ്രവചനങ്ങളും ഉണ്ടായിട്ടുണ്ട്. NDA വിജയിക്കും, നിയമസഭയിലേക്ക് ഇത്തവണ എത്തുമെന്നുള്ളതെല്ലാം. ഇവിടെ തിരൂരിലേക്ക് വന്നാൽ NDA സ്ഥാനാർത്ഥി കെ നാരായണൻ മാസ്റ്റർക്ക് ആളുകൾ എന്തിന് വോട്ട് ചെയ്യണം എന്നതുകൂടി ഒന്ന് പറയാമോ? വളരെ വികസനം ആഗ്രഹിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യണം. നമ്പർ 1, ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട MLA കുറുക്കോളി മൊയ്‌രി, ഇതേ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ താനൂർ നിയോജക മണ്ഡലം MLAയും കേരള സംസ്ഥാന മന്ത്രിസഭയിലുള്ള മലപ്പുറം ജില്ലയിലെ ഏക മന്ത്രിയും തിരൂർ നിവാസിയാണ്. മാത്രമല്ല പൊന്നാനി MLA നന്ദകുമാർ, മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ, 4 MLAമാരും അതിലൊരാൾ മന്ത്രിയും തിരൂരിലെ വോട്ടറാണ്, തിരൂർ നിവാസികളാണ്. 2 പേർ മുസ്ലിം ലീഗുകാരും 2 പേർ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരുമാണ്. ഇവർ 4 പേരും കേരളത്തിനപ്പുറത്ത് ഇന്ത്യ മുന്നണിയാണ്, ഒരുമിച്ചാണ്. കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ 4 ആളും കൂടി ഇരുന്നിട്ട് ഈ നിയോജക മണ്ഡലത്തിലെ ഒരു പൊതു ശ്മശാനമെങ്കിലും, ആധുനിക നിലവാരത്തിലുള്ള ഒരു പൊതു ശ്മശാനമെങ്കിലും, ഭാരതപ്പുഴ ഒഴുകുന്ന ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് ജൽജീവൻ മിഷൻ്റെ കോൺട്രിബ്യൂഷൻ നൽകിക്കൊണ്ട്, അതിൻ്റെ കോൺട്രാക്ടേഴ്സ് വിഹിതം നൽകിക്കൊണ്ട് നടപ്പാക്കാൻ കഴിയാത്തത്? മാത്രമല്ല, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ്. ഒരു നേർസാക്ഷ്യമാണ് ഇവിടെയുള്ളത്. 15 വർഷത്തോളമായി, 1.5 പതിറ്റാണ്ടുകളോളമായി റെയിൽവേ നിർമ്മിച്ച ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന അനാസ്ഥയുടെ പ്രതീകമാണ് ഈ പാലം. 8 വർഷത്തോളമായി 31.2 കോടി രൂപ ഈ ബൈപ്പാസ് നിർമ്മാണത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. ഒച്ചിൻ്റെ വേഗതയിലാണ് വർക്ക് നടന്നിരുന്നത്, അക്വിസിഷൻ നടപടി നടന്നിരുന്നത്, പ്രവർത്തനം നടന്നതെങ്കിൽ ഈ 8 വർഷം കൊണ്ട് 100 റോഡ് ഉണ്ടായിട്ടുണ്ടാവും. ഇതിന് 2നും ഉത്തരവാദികളാരാ? ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് പ്രതിനിധാനം ചെയ്ത മുസ്ലിം ലീഗിൻ്റെയും ഇന്ത്യ ഘടകകക്ഷിയായിട്ടുള്ള ഈ നിയോജകമണ്ഡലക്കാരനായ B. അബ്ദുറഹിമാൻ, മന്ത്രിസഭയിൽ അംഗമായ അബ്ദുറഹിമാനും ഉത്തരം പറയണം. അതുകൊണ്ട് തന്നെ അനാസ്ഥ കാണിക്കുന്ന ജനപ്രതിനിധികളായ തിരൂർ നിവാസികളായ ജനപ്രതിനിധികളെ അവഗണിക്കുകയും ചടുലമായി കേന്ദ്ര
ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ആനുകൂല്യങ്ങൾ കൊണ്ടുവന്ന് വളരെ നാഷണൽ ഹൈവേയെ പോലെ തിരൂർ റെയിൽവേ സ്റ്റേഷനെ പോലെ വൃത്തിയിലും ജനകീയമായും വളരെ സുതാര്യമായും പ്രവർത്തനങ്ങൾ നടത്തി ജനോപകാരപ്രദമാക്കിയെടുക്കാൻ കഴിയുമെന്ന് NDAക്ക് കഴിയുമെന്ന് അതിൻ്റെ നാൾ വഴികൾ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും അങ്ങനെ ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ തിരൂരിന് വേണ്ടി ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പദ്ധതി താങ്കളുടെ മനസ്സിലുണ്ടാവുമല്ലോ, അങ്ങ് അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും തിരൂരിന് വേണ്ടി ഈ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും അത്യാധുനികമായ സൗകര്യത്തോടുകൂടി ടാപ്പ് തിരിച്ചാൽ ശുദ്ധജലം അടുക്കളയിലും വീടുകളിലും കൊടുക്കും. നമ്പർ 1. നമ്പർ 2, ജീവജലം നൽകുന്നത് പോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടാൽ 2 സെൻറ്റിൽ കഴിയുന്നവർ, ക്വാർട്ടേഴ്സിൽ കഴിയുന്നവർ, നിരാലംബർ, നിർധനർ, സഹായിക്കാൻ ആരുമില്ലാത്തവർ, അവരുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ അവരുടെ ശവം സംസ്കരിക്കാൻ മരണപ്പെട്ടതിനേക്കാൾ വേവലാതിയാണ്, സങ്കടമാണ് ഈ ഡെഡ് ബോഡി ഇനി എന്തു ചെയ്യുമെന്നതിനെക്കുറിച്ച്. ആ ആകുലത മാറ്റാൻ അത്യാധുനികമായ സംവിധാനത്തോടു കൂടിയുള്ള പൊതുശ്മശാനം ഉണ്ടാക്കും. റോഡുകൾ, അത്യുജ്വലമായ റോഡുകൾ ഉണ്ടാക്കും. മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് തുഞ്ചൻ പ്രതിമ. ഞാനിവിടെ ഉന്നയിച്ച വിഷയം സംസ്ഥാന NDA പ്രകടന പത്രികയിൽ 125 അടി ഉയരത്തിൽ തുഞ്ചത്താചാര്യൻ്റെ പ്രതിമയുണ്ടാക്കും. ഏക്കർ കണക്കിന് വരുന്ന സ്ഥലങ്ങളിൽ അത്യാധുനികമായ ഗാലറികളും വ്യൂ കാഴ്ചകളും പൂന്തോട്ടങ്ങളും ഓഡിറ്റോറിയങ്ങളും റിസർച്ച് നടത്തുന്നുള്ള സൗകര്യങ്ങളും പരമ്പരാഗതമായ കലകളുടെയും ഒക്കെ സംവിധാനങ്ങൾ പഠിക്കാൻ, അഭ്യസിക്കാൻ, പരിശീലിക്കാൻ, വികസിപ്പിക്കാൻ ആവശ്യമായ ഒരു വർഷം 50 ലക്ഷത്തോളം വരുന്ന ആളുകൾ സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമാക്കി തിരൂരിനെ മാറ്റും. ഇവിടെ മാളുകൾ ധാരാളം വരുന്നുണ്ട്. തിരൂരിൽ ചെറുകിട സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്നുണ്ട്. റൂം ഫോർ റെൻ്റ് എന്ന് ധാരാളം എഴുതി കാണിക്കുന്നുണ്ട്. എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാൻ ആളുകൾ ഇവിടെ എത്തുക? ഇവിടെ ജനങ്ങളെ ആകർഷിക്കാനുള്ള പദ്ധതി എന്താണ്? അതുകൊണ്ട് റവന്യൂ ജനറേറ്റിംഗ് പ്രോഗ്രാം ആയിട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്യും. ലോകത്തുള്ള മുഴുവൻ മലയാളികളെയും കൊണ്ടുവരും. നമ്പർ 2, അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ജില്ലയിലെ ഞാൻ സമ്പർക്കം ചെയ്ത പല വീടുകളുടെയും ചെറുപ്പക്കാർ IT മേഖലയിലുള്ളവരാണ്. അവർ ഒന്നുകിൽ ബാംഗ്ലൂരിലാണ്, അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിലാണ്, കാനഡയിലാണ്, US-ലാണ്. ഈ ഇന്ത്യയിലുള്ള വിദേശത്തുള്ള IT കമ്പനികളടക്കമുള്ള സ്ഥാപനങ്ങളെ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ അടക്കമുള്ളവയെ, തൊഴിൽദായകരെ ഈ ജില്ലയിൽ തിരൂരിൽ കൊണ്ടുവരാൻ ഇതിനോടനുബന്ധിച്ച് ശ്രമിക്കും. അങ്ങനെ യുവാക്കൾക്ക് തൊഴിൽ നൽകും, കർഷകർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നൽകും, നിന്ദിതരായ പാവപ്പെട്ട ആരുമില്ലാത്തവർക്ക് പൊതുശ്മശാനം, കുടിവെള്ളം, റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. പട്ടികജാതി കോളനികൾ ദയനീയ അവസ്ഥയാണ്. പട്ടികജാതി കോളനിയിൽ കുടിവെള്ളമില്ല. തിരുനാവായ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ടാങ്കുണ്ട്, പൈപ്പ് ലൈൻ ഉണ്ട്, കണക്ഷനില്ല, സപ്ലൈ ഇല്ല. പട്ടികജാതി കോളനിയിൽ 100 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി ഉണ്ടായിട്ട് അതിൽ ഒരു 50 ലക്ഷം രൂപ പോലും അവിടെ ചെലവഴിച്ചിട്ടില്ല. വീടുകൾ അപൂർണം, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ അപൂർണം, അവിടെ കുടിവെള്ള പദ്ധതികൾ അവതാളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പട്ടികജാതി കോളനികൾ, മൺപാത്ര തൊഴിലാളികൾ, പരമ്പരാഗത തൊഴിലെടുക്കുന്ന ആശാരി, മൂശാരി തുടങ്ങി അങ്ങനെയുള്ള വ്യത്യസ്ത മേഖലയിലുള്ള പരമ്പരാഗത തൊഴിലാളികൾ, അവർക്ക് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ ഇവിടുത്തെ പാവപ്പെട്ടവൻ്റെ വീടുകളിലെത്തിക്കും. തീർച്ചയായും ഇത് പറഞ്ഞപ്പോഴാണ് മലയാളം സർവകലാശാലയും നമ്മുടെ തുഞ്ചൻ പറമ്പും ഉൾപ്പെടെ തിരൂരിൻ്റെ ഒരു സിഗ്നേച്ചർ 2 സ്ഥാപനങ്ങളാണ്. അപ്പം ഇവ രണ്ടും ഒരു കൂട്ടം ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് പൊതുവെയുള്ളൊരു ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥാപനം യുവാക്കൾക്കും അല്ലെ ഗവേഷകർക്കും ഉൾപ്പെടെ എന്താ പറയുന്നത്, അവർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒന്നും സജ്ജീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആരോപണം ഉള്ളത്.
അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെടുത്തി എന്തെങ്കിലും ചെയ്യാനാകുമോ? തീർച്ചയായും ആ സാംസ്കാരിക സമുച്ചയത്തിൽ മലയാള സർവകലാശാലയും തുഞ്ചൻ പറമ്പും അതിൻ്റെ പ്രതിമയും ഈ കാര്യങ്ങളെല്ലാം വരും. ഒരു കാര്യം ഞാൻ പറയാം. തുഞ്ചൻ പറമ്പിൻ്റെ ട്രസ്റ്റ് ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത ആളെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ MT വാസുദേവൻ നായരുടെ MTയുടെ പേരിൽ ഒരു പിടി ആളുകൾ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അത് മോചിപ്പിക്കണം, അത് സ്വതന്ത്രമാകണം. ഭാഷാ പ്രേമികൾ സ്ഥാനമായി അത് മാറണം. കവിതകൾ രചിക്കുന്നവർ, കഥകൾ എഴുതുന്നവർ, അതേപോലെയുള്ള നവ എഴുത്തുകാർ, ഇവർക്കൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കാനും എഴുതാനും ആശയങ്ങൾ പങ്കുവെക്കാനും മലയാളത്തിൻ്റെ മഹിമ ലോകത്തോളം എത്തിക്കുന്നതിനും പറ്റുന്ന ഒരു സ്ഥാപനമാക്കണം. മലയാള സർവകലാശാല തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ നടപ്പാക്കിയപ്പോൾ ഒരു പദ്ധതി കൊണ്ടുവന്നാൽ അതിൽ അഴിമതി എങ്ങനെ കൊണ്ടുവരാമെന്നാണ് LDFും UDFും കഴിഞ്ഞ 70 വർഷമായി ചിന്തിച്ചത്. അതിൻ്റെ ഫലമാണ് മലയാള സർവകലാശാലയ്ക്ക് തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന നിസ്സാരമായ പൈസയ്ക്ക് ഉമ്മൻചാണ്ടി സർക്കാർ സർവകലാശാല കൊണ്ടുവരും, ആസ്ഥാനം കൊണ്ടുവരുമെന്ന് കണ്ടപ്പോൾ അതിന് സ്ഥലം വേണ്ടി വരുമല്ലോ, ഏക്കർ കണക്കിന്. ഭരണത്തിൻ്റെ അകത്തളങ്ങളിലുള്ള ലീഗുകാരും അവരുടെ അന്തിച്ചർച്ചയിലെ കൂട്ടാളികളും, ചായക്കടയിലിരിക്കുന്ന, ക്ലബ്ബുകളിരിക്കുന്ന, ഷീട്ട് കളിക്കുന്ന കൂട്ടാളികളും ചേർന്നുകൊണ്ട് 10,000 രൂപയ്ക്കും 10,000 രൂപയ്ക്കും ഏക്കർ കണക്കിന് തണ്ണീർത്തടങ്ങൾ വാങ്ങിക്കൂട്ടിക്കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി പൊന്നും വിലയ്ക്ക് അക്വിസിഷൻ നടത്തി 1.25 ലക്ഷത്തോളം രൂപയ്ക്കാണ് 10,000 രൂപ വിലയുള്ള ഭൂമി വൈറ്റ് മണിയാക്കിയത്. ഈ ബ്ലാക്ക് മണിയുള്ള ഇവിടുത്തെ ഇന്ന് മത്സര രംഗത്തുള്ളവരടക്കമുള്ളവർ ചേർന്നുകൊണ്ട് ചെയ്ത വലിയ അഴിമതി. ഞാൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ അഴിമതി വെളിച്ചത്ത് കൊണ്ടുവരും. മലയാള സർവകലാശാല, തുഞ്ചൻ്റെ പേരിലുള്ള സർവകലാശാല, തുഞ്ചൻ പറമ്പ്, റെയിൽവേ സ്റ്റേഷൻ, വാഗൺ ട്രാജഡി തുടങ്ങിയിട്ടെല്ലാം കൂടി ചേർന്നുകൊണ്ട് ലോകത്തിൻ്റെ എവിടെ നിന്നും ഒരു ടൂറിസ്റ്റിനും ഗവേഷകർക്കും വിജ്ഞാന കുതുകികളായവർക്കും വന്നാൽ അനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുന്ന രീതിയിൽ തിരൂരിനെ മാറ്റിയെടുക്കും. തീർച്ചയായും. അപ്പോൾ നമ്മുടെ തിരൂർ റെയിൽവേ സ്റ്റേഷൻ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒന്നാണ്, സംസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. അപ്പം അവിടെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പേര് നൽകാൻ NDA ഇടപെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? ബെസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ തുഞ്ചൻ സ്മാരക റെയിൽവേ സ്റ്റേഷൻ, തിരൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്യാൻ ആവശ്യമായ എല്ലാ നടപടികളും എടുത്തു വച്ചിട്ടുണ്ട്. ബട്ട് ഇവിടുത്തെ ജനപ്രതിനിധി MLAയും MP-യും ഇന്ന് എൻ്റെ കയ്യിലൊരു ലെറ്റർ തരികയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ചക്കകം ആ നാമം ഞാൻ ചെയ്യും. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തയക്കും. ഇവിടുന്ന് ആകെ ഇതിനെതിരാളികൾ ഇവിടെ നിന്ന് കോൺഗ്രസിൻ്റെയും മലയാള ഭാഷയുടെയും ഒക്കെ പ്രേമികളായ ആളുകൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ജനപ്രതിനിധികളായ അബ്ദുൽ സമദാനിയും കുറുക്കോളി മൊയ്തീനുമാണ്. അതിനേക്കാൾ തീവ്രമായാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളുടെ, ഇടതു മുന്നണികളുടെ നിലപാട്. അവർക്ക് തുഞ്ചൻ പറമ്പോ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനോ അതുപോലെ അതിൻ്റെ പ്രാധാന്യമോ മലയാള ഭാഷയുടെ വിപുലീകരണമോ ഒന്നുമല്ല പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ രണ്ട് മുന്നണിയെയും ക്രോഡീകരിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ അജണ്ട നടപ്പാക്കണമെന്നാണ്. തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. പ്രതിമ എന്ന് പറഞ്ഞാൽ തീരെയും അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ SDPIയുടെയും PDPയുടെയും കൊടികെട്ടി വോട്ട് ചോദിക്കുന്ന, ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയുടെ കൊടികെട്ടി വോട്ട് ചോദിക്കുന്ന LDFനും UDFനും തുഞ്ചൻ പറമ്പെന്ന പ്രകടന പത്രികയിൽ ഒരു വാക്ക് അവർ വെച്ചിട്ടില്ല.
ഇപ്പോൾ വി എദ്രഹ്മാൻ പുറത്തിറക്കിയാലുണ്ടല്ലോ, പള്ളികളും മദ്രസകളും ഒക്കെ അടങ്ങിയിട്ടില്ല, വലിയൊരു സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ തുഞ്ചൻ പറമ്പിനെ മറന്നുകൊണ്ട്, തുഞ്ചത്താചാര്യനെ മറന്നുകൊണ്ട് തിരൂരിൽ ഒരു സാംസ്കാരിക ചത്വരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടത് വിസ്മരിച്ചു? വിസ്മരിച്ചതല്ല, ബോധപൂർവം അവഗണിക്കപ്പെട്ടതാണ്. കാരണം കോണി വെച്ച ലീഗിനെയും കോണി വയ്ക്കാത്ത ലീഗിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത്, കോണി വെച്ച ലീഗിനെയും കോണി വയ്ക്കാത്ത ലീഗിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPAയുമാണ്. അതുകൊണ്ട് അവർക്കത് സാധ്യമല്ല. ഞാൻ ഇവിടെ പരസ്യമായി പറയുകയാണ്, ഇവിടുത്തെ തിരൂരിൻ്റെ ഭാഷാസ്നേഹികളായ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും അടങ്ങിയ മുഴുവൻ ഭാഷാസ്നേഹികളോടും ഞാൻ ഉച്ചത്തിൽ പറയുകയാണ്, അബ്ദുൽ സമദ് സമദാനിക്ക് വോട്ട് ചെയ്തവർ, അബ്ദുൽ സമദാനിക്കും കുറുക്കോളിക്കും വോട്ട് ചെയ്തവർക്ക്, വി എദ്രഹ്മാന് കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവർക്ക് തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കണമെന്നും തുഞ്ചൻ പറമ്പിൻ്റെ സ്മരണയ്ക്കായിട്ട് റെയിൽവേ സ്റ്റേഷന് പുനർനാമകരണം ചെയ്യണമെന്ന് ലെറ്റർ പാഡിൽ MPയും MLAയും ഒരു കത്ത് തരുമോ? ഇലക്ഷൻ റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് 15 ദിവസത്തെ കൊണ്ട് ഈ നാരായൺ മാഷ് ഗ്യാരണ്ടിയാണ്, മോഡി ഗ്യാരണ്ടിയാണ്, റെയിൽവേ മന്ത്രി ഗ്യാരണ്ടിയാണ്. തിരൂരിൻ്റെ സ്വപ്നം ഞാൻ സാക്ഷാത്കരിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ തുഞ്ചൻപറമ്പ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ തിരൂർ വെറ്റിലയും ഒരു സിഗ്നേച്ചർ ഐറ്റം തന്നെയാണ്. തിരൂർ വെറ്റില കയറ്റി അയക്കുന്നതിൽ കർഷകർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. അവർക്ക് ബോഗി വെട്ടിക്കുറച്ചൊരു വിഷയമുണ്ട്. അപ്പം അത് മാഷിൻ്റെ കൂടെ ഇടപെടലോടെ പുനഃസ്ഥാപിക്കാൻ എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ? വളരെ പ്രതീക്ഷയുള്ള, എന്ന് വെച്ചാൽ വെറ്റില കൃഷി എന്നൊക്കെ പറഞ്ഞാൽ, ഞാനൊരു വെറ്റില കർഷകനാണ്. ഞാനിപ്പോൾ ഒരു 10 വർഷമായിട്ടാണ് വെറ്റില കൃഷി. കാരണം സജീവ രാഷ്ട്രീയം ഉള്ളത് കൊണ്ട് മക്കളെ ചെറിയ കുഞ്ഞുങ്ങളെ അമ്മമാരെങ്ങനെ നോക്കുന്നോ അതുപോലെ നോക്കി വളർത്തേണ്ട കൃഷിയാണ് വെറ്റില കൃഷി. ദിവസേനം ഒന്നിടവിട്ടെങ്കിലും നനയ്ക്കണം. അതിൻ്റെ വെറ്റില അതിൻ്റെ തല കെട്ടിക്കൊടുക്കണം, പുഴു എടുക്കണം, ആഴ്ചയിൽ വളം ചെയ്ത് കൊടുക്കണം, 15 ദിവസം പോകുമ്പോൾ വിളവെടുക്കാം. ഇങ്ങനെ കഷ്ടപ്പെട്ട് തിരൂർ പാൻ എന്നൊരു ബ്രാൻഡ് ഭൗമസൂചിക പദവി നേടി നിർമ്മല സീതാറാം നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലെ മന്ത്രി അത് വാങ്ങിക്കൊടുത്തതിൻ്റെ ഒട്ടേറെ നേട്ടങ്ങൾ കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. വേൾഡ് മാർക്കറ്റിൽ അതിന് സാധ്യതകൾ ഒട്ടേറെയാണ്. അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ട്. അത് കർഷകർക്ക് കിട്ടണം. പക്ഷേ വേൾഡ് മാർക്കറ്റിൽ അതിന് പ്രാധാന്യം വർദ്ധിക്കുകയും വില ലഭിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രതിസന്ധി ആയിക്കൂടാ. അത് ഞങ്ങളുടെ ഗവൺമെൻറ് ഇപ്പോൾ വെട്ടിക്കുറച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ MP ഇവിടെ ട്രെയിൻ നിർത്തിയാൽ പറയുന്നുണ്ടല്ലോ, ഇത് എൻ്റെ ഇടപെടൽ കൊണ്ടാണെന്ന്. എന്താ നമ്മുടെ MPക്ക് കേന്ദ്രമന്ത്രിനെ ഒന്ന് കണ്ടൂടെ? നമ്മുടെ സമദാനി എന്നേറ്റ് നല്ല ബന്ധമുള്ള ആളാണ്. സമദാനിക്ക് എന്നെ വിളിച്ചൂടെ? BJP ലീഡേഴ്സിൽ വിളിച്ചിട്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് മാഷേ, അത് നടക്കുന്നില്ലല്ലോ, ഞാൻ ഇടപെടുന്നുണ്ട്, എന്നെ താങ്കളുടെ പാർട്ടിയും കൂടി ഇടപെടണം പറഞ്ഞൂടെ? ഞാൻ പറയാം, MP ആവശ്യപ്പെടട്ടെ, അതിൻ്റെ ബോഗി കൂട്ടും. വെറ്റില കർഷകരുടെ പ്രശ്നത്തിന് വെറ്റില കർഷക സംഘടനകളുമുണ്ട്, അവരും സമദാനിയും പറയട്ടെ. ഇവരൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു കർഷകൻ്റെ മകൻ എന്ന നിലയിൽ ഞാനത് നടപ്പാക്കും. നമ്പർ 1. നമ്പർ 2, വെറ്റില കൃഷി എക്സ്പോർട്ട് ചെയ്താൽ മാത്രം പോരാ, ട്രെയിനിൽ അയച്ചാൽ മാത്രം പോരാ, ചവച്ച് തുപ്പിയാൽ മാത്രം പോരാ. വെറ്റിലയ്ക്ക് ഒരുപാട് വൈവിധ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. സുഗന്ധദ്രവ്യങ്ങളടക്കം, തൈലമടക്കം, മെഡിസിൻ അടക്കം പല മെഡിസിനുകൾക്കുമുള്ള കണ്ടൻറ്റുകളാണ്. മോഡേൺ മെഡിസിന് വരെയുള്ള കണ്ടൻറ്റുകളാണ്. അണുനശീകരണത്തിന് പറ്റിയ കണ്ടൻറ്റാണ്. അങ്ങനെ അതിനെക്കുറിച്ച് എന്തൊരു ഗവേഷണം നടത്താത്തത്? സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വിദഗ്ധരായ ഗവേഷകരടങ്ങുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം പ്രതിമാസം വാങ്ങുന്ന വലിയ സ്ഥാപനങ്ങൾ കേരളത്തിലില്ലേ? ഇതിനെക്കുറിച്ചൊരു പ്രോജക്റ്റ് ഇത്ര മാസം കൊണ്ട് ഉണ്ടാക്കി തരണമെന്ന് എന്താ പറയാത്തത്? എന്താ ഇവർക്ക് എന്താ പണിയെന്നേ? വോട്ട് വാങ്ങി വീട്ടിലിരുന്നാൽ മതിയോ? ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി വെറ്റില കൃഷിയാണ്. ആ വെറ്റില കൃഷിയുടെ ബൈ പ്രൊഡക്ട്സ് ആയ വ്യത്യസ്ത തരത്തിലുള്ള ഇനങ്ങൾ ഞാൻ മനസ്സിലാക്കിയത്, പിന്നെ ഈ കാലിൻ്റെ നഖത്തിലുണ്ടാകുന്ന പുഴുക്കുത്ത് വരെ വെറ്റിലക്കറ കൊണ്ട് തീർക്കാറുണ്ടായിരുന്നു പഴയ. എന്തൊക്കെ ചേർത്തിട്ട് നമ്മുടെ അമ്മമാർ വെറ്റിലയുടെ നീരും വേറെ എന്തൊക്കെ ഇലയുടെ നീരും ചേർത്തുകൊണ്ട് പുഴുക്കുത്ത്, നഖത്തിൻ്റെ കഠിനമായ വേദനയുള്ളതിൽ അതിൻ്റെ ചാറൂറ്റിച്ച് കഴിഞ്ഞാൽ വേദന മാറുമായിരുന്നു എന്നാണ് പറയുന്നത്.
എന്താ ഗവേഷണം ചെയ്യാത്തത്? ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമാണ് പ്രതിമാസം വാങ്ങുന്ന ഗവേഷകർ. അവരോട് എന്താ ഈ പ്രോജക്റ്റിനെ കുറിച്ച് പറയാത്തത്? അതുകൊണ്ട് ഇച്ഛാശക്തിയുള്ള ജനപ്രതിനിധി എന്തായാലും ഇതൊക്കെ നടക്കുള്ളൂ. അതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും കേരളത്തിൻ്റെ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ BJPക്ക് അനുകൂലമായിരുന്നില്ല ഒരു കാലം വരെ. ഇപ്പോൾ ആ ഒരു കാറ്റ് മാറി വീശിയിട്ടുണ്ടെന്നാണ് പൊതുവെയുള്ളൊരു വിലയിരുത്തൽ. അപ്പം അതിൽ മോദി എഫക്റ്റ് എത്രത്തോളം ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഈ ഒരു നിയമസഭാ ഇലക്ഷൻ്റെ സമയത്ത് കൂടി? മോദി എഫക്റ്റ് ഉണ്ട്. പക്ഷെ മോദി എഫക്റ്റ് എന്നത് മോദിയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മോദിയുടെ കാഴ്ചപ്പാടുകളാണ്. കാഴ്ചപ്പാടുകളുടെ പ്രേരണ ഏകാത്മ മാനവവാദമാണ്, ഞങ്ങളുടെ ആദർശമാണ്. അതുകൊണ്ട് ആ മോഡി എഫക്റ്റ് എങ്ങനെയാണ് മോഡി എഫക്റ്റായി മാറുന്നത്? പദ്ധതികളുടെ അന്ത്യോദയം എന്ന സങ്കല്പമാണ്. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും പിൻനിരയിൽ നിൽക്കുന്നവനെ കൈപിടിച്ച് മെല്ലെ മെല്ലെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന മഹത്തായ ഇൻ്റഗ്രൽ അപ്രോച്ച് ഏകാത്മ മാനവ ദർശനത്തിൻ്റെ പ്രാധാന്യമാണ്. അതാണ് 5 നയാ പൈസ കൊടുക്കാതെ കൈവരൽ വെച്ച് കഴിച്ചാൽ റേഷൻ നമ്പർ അടിച്ചു കൊടുത്താൽ കയ്യിൽ സഞ്ചിയിലേക്ക് അരി വീഴുന്നത്. 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ലോകത്തെവിടെയെങ്കിലും ഉണ്ടോ? 80 കോടി ജനതയ്ക്ക് ഭക്ഷ്യസുരക്ഷ. ജൽജീവൻ മിഷൻ കുടിവെള്ളം, അതുപോലെ പദ്ധതികൾ, ഗ്യാസ്, പുകയൂതി ശ്വാസം മുട്ടുന്ന കണ്ണീരൊഴുക്കുന്ന പരമ്പരാഗതമായ അടുക്കളയിൽ നിന്ന് നിർധനരായ BPL കുടുംബത്തിലെ നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക് ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ വരാതെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉജ്ജ്വല യോജന കൊടുത്തത്. അപ്പോൾ മോദി ഗവൺമെൻറ് കിസാൻ സമ്മാൻ നിധി നോക്കൂ നിങ്ങൾ. കിസാൻ സമ്മാൻ നിധി ഒരൊറ്റ ക്ലിക്കിലൂടെ മുഴുവൻ കർഷകരുടെ അക്കൗണ്ടിൽ വരിക. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ ചോദിക്കാം, ഒരൊറ്റ എക്സാമ്പിൾ. ഈ 6000 രൂപ കർഷകനുള്ളത് പിണറായിയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ കിട്ടണമെങ്കിൽ എല്ലാ മാസവും ഓണം വേണം, എല്ലാ മാസവും ഇലക്ഷൻ വേണം, എല്ലാ മാസവും വിഷു വേണം, എന്നാൽ കൊടുക്കും. ഇലക്ഷൻ വന്നാലേ കൊടുക്കൂ. ഓണം വിഷു ഇപ്പം അത്ര കൊടുക്കുന്നില്ല. അതേസമയത്ത് ഒരു MLA ഇല്ല, ഒരു MP ഇല്ല കേരളത്തിൽ. കേരളത്തിലെ മുഴുവൻ അതിൽ കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കൾക്കും കൊടുക്കുന്നു. ഹിന്ദുക്കൾക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, കർഷകർക്കാണ് കൊടുക്കുന്നത്. അതാണ് മോഡി എഫക്റ്റ്. ആ മോഡി എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് എഫക്റ്റ്? ഞങ്ങളുടെ സമൂഹത്തോടുള്ള കാഴ്ചപ്പാട് അന്ത്യോദയ സങ്കല്പമാണ്. കർഷകരെങ്ങനെ ആയിരിക്കണം, യുവാക്കളെ എങ്ങനെ ആയിരിക്കണം, സ്ത്രീകളോട് എങ്ങനെ ആയിരിക്കണം, അങ്ങനെ ടെക്നിക്കൽ ഭൗതിക സൗകര്യം എങ്ങനെ ആയിരിക്കണം, പശ്ചാത്തല മേഖല എങ്ങനെ ആയിരിക്കണം, സേവന മേഖല എങ്ങനെ ആയിരിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ഏകാത്മ മാനവ ദർശനത്തിലെ അതിൻ്റെ ആ സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പമാണ് മോദി. മോദി അത് നടപ്പാക്കുന്നു, ആ മോദി എഫക്റ്റ്. അതുകൊണ്ട് തിരുവനന്തപുരം പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള പ്രദേശങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA മികച്ച വിജയം നേടും. നമുക്കറിയാം, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ 2020 ജേക്കബ് ൻ്റെ 2020 സാബു M ജേക്കബിൻ്റെ 2020 LDFുമായും UDFുമായും NDAയുമായി പോരടിച്ച മത്സരത്തിലാണ്. എന്നിട്ട് നിരവധി പഞ്ചായത്തുകൾ ഭരണം വന്നവരാണ്. അവരുടെ കൂടെ ആരാണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാനൊരു ഡോക്ടർ എന്നോട് സംസാരിച്ചു. മാഷേ, ഒരു മുസ്ലിം ഡോക്ടറാണ്. ഞാൻ വോട്ട് ചോദിച്ചതാണ്. പക്ഷേ ഡോക്ടർമാരുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഞാനിപ്പോൾ ഒരു സംഖ്യയാണെന്ന്. അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഞാൻ മോഡിയുടെ വികസനം പറയുന്നു, നാഷണൽ ഹൈവേയുടെ വികസനം പറയുന്നു, റെയിൽവേ വികസനം പറയുന്നു, നന്മ പറയുന്നു, അഴിമതി ഇല്ലാത്ത പറയുന്നു. അപ്പോൾ എന്നെ അവർ സംഖ്യയാക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രൊഫഷണലുകളായ ഡോക്ടർമാർ, എൻജിനീയർമാർ, വക്കീൽമാർ, MBA കഴിഞ്ഞവർ, വ്യത്യസ്ത മേഖലയിലുള്ളവരൊക്കെ NDAക്ക് സപ്പോർട്ടാണ്. ഇനി BJPയിൽ വരാൻ നേരിട്ട് പ്രയാസമാണെങ്കിൽ 2020 ചേക്കേറിയിട്ടെങ്കിലും എല്ലാ സ്ഥലത്തും ഇത്തവണ ജയിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു മോദി എഫക്റ്റിന്റെ പുറത്ത് എത്ര വർഷം എടുക്കും കേരളത്തിൽ NDA ഒരു സർക്കാർ രൂപീകരിക്കണം? ഏതാനും മാസം എടുക്കും. റിസൾട്ട് ഇപ്പോൾ വരും മെയിൽ. അപ്പം സർക്കാർ രൂപീകരിക്കും. കാണാം നമുക്ക്. തിരൂരിൽ
വികസനം പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് കെ നാരായണൻ മാസ്റ്റർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാന ലാപ്പിലും ഓടി മുന്നിലെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹം. ക്യാമറ പേഴ്സൺ വൈഷ്ണവിനോടൊപ്പം അശ്വിനി ശ്രീവേൽ, കേരള വിഷൻ.